friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. നമ്മൾ ഇടയ്ക്ക് കുറച്ച് ചിക്കൻ റെസിപ്പീസ് ഒക്കെ ചെയ്തിരുന്നു. ചില്ലി ചിക്കൻ അതുപോലെ ചിക്കൻ ലെഗ് ഫ്രൈ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിലാണ് ചില്ലി ചിക്കൻ ചെയ്തത്. പക്ഷേ ചിക്കൻ 65 നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല റെസ്റ്റോറൻറ്റ്സിലും കിട്ടുന്ന ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ അതിലൊരു സോസ് ഉണ്ടാവില്ല. ഡ്രൈ ആയിട്ട് തന്നെ ഫ്രൈ ചെയ്ത രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. ചില റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ഒരു സോസും കൂടി ചേർത്തിട്ട് സോസ് ചിക്കനിൽ പുരണ്ടിരിക്കുന്ന രീതിയിലാണ് കിട്ടാറുള്ളത്. നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഹോം മെയ്ഡായിട്ടൊരു സോസ് ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മുടെ ചിക്കനിൽ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ചിക്കൻ 65 റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഗാർണിഷ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സോസാണ് ഉണ്ടാക്കുന്നത്. അത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അതെങ്ങനെയാണ് നമ്മുടെ ആ സോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനിലും ചെയ്യാം. സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ സോസിൻ്റെ പോർഷൻ അങ്ങ് ഒഴിവാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സോസ് ഇല്ലാതെ തന്നെ കഴിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ 65 റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ 65 ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാലപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ജീരകം ചൂടാക്കി പൊടിച്ചതാണ്, അരിപ്പൊടി, തൈര് വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് വേണം, ഇത് മല്ലിയിലയും കറിവേപ്പിലയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, മുട്ട, ഒരു ലെമൺ വേണം. ഇതിൻ്റെ ഹാഫ് നമ്മൾ ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ. ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് സോസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ചിക്കനിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു വലിയ ബൗൾ എടുക്കുക. നമുക്ക് ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ ചിക്കന് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. നമ്മുടെ ചിക്കൻ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുക. കോൺഫ്ലവർ ചേർക്കുമ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാലപ്പൊടി ഇപ്പോഴേ ചേർക്കുന്നുള്ളൂ, ഇനി ചേർക്കുന്നില്ല, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. തൈര് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ബോൺലെസ് പീസും ഉണ്ട്, ബോണുള്ള പീസും ഉണ്ട്, രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ 65ന് നമ്മൾ കുറച്ച് ബോണുള്ള പീസ് യൂസ് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണ് രണ്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇതിനി നമുക്കൊന്ന് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. അടച്ചു വെക്കണം. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പീസ് കഴിച്ചു നോക്കുക. ഉപ്പ് നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ ആ സോസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പീസ് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞത്. ഇതിനി ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് റെഡിയാക്കാനോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ ഗ്രേവി റെഡിയാക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യാം. മിനിമം 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ചില്ലി പേസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കറക്റ്റായിട്ടുള്ള ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി അല്ല. കറക്റ്റായിട്ടുള്ള ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് പിന്നീട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് മാത്രം റെഡിയാക്കുന്നതാണ്. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. വെളുത്തുള്ളിയും വറ്റൽമുളകും ഒന്ന് സോട്ട് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക.
ഈ വറ്റൽമുളകിന് പകരം നമുക്കിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി ആ ചില്ലി പേസ്റ്റിന് കളർ ഉണ്ടാവും. ഇതിലിപ്പോൾ വറ്റൽമുളകിൻ്റെ സീഡ്സ് ഒന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള ചിക്കൻ 65 ആണ്, അതുകൊണ്ടാണ് വറ്റൽമുളകിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്യാതിരുന്നത്. അപ്പോൾ എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്യുക. ഇത്ര മതി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് മാറി വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അരയാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാതെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി. ഞാനിപ്പോൾ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളിയും വറ്റൽമുളകും സോട്ട് ചെയ്തെടുത്ത അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ചുകൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചത്. ഇപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന ഓയിൽ വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. നമുക്ക് 2-3 ബാച്ചായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എണ്ണയുടെ കാര്യം എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മൾ ചിക്കൻ 65 കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഈ ഓയിൽ തന്നെ നമുക്ക് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ എല്ലുള്ള പീസാണ് കേട്ടോ കുറച്ച് വലുതായിട്ടിരിക്കുന്നത്. എല്ലില്ലാത്ത പീസ് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത്രയും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഗ്രേവിയിൽ കിടന്നിട്ട് നമ്മുടെ സോസിൽ കിടന്നിട്ട് കുക്കാവില്ല. നമ്മുടെ സോസിൽ കിടന്നിട്ടൊന്ന് സോട്ടായി വരുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ ഇൻസൈഡൊക്കെ കുക്കായി വരണം. അതുപോലെ തന്നെ ചിക്കൻ പീസ് ഇട്ട് ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. എനിക്ക് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് തിരിച്ചിടാൻ എളുപ്പം ഫോർക്കാണ്. അതുകൊണ്ട് ഞാൻ ഫോർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് തിരിച്ചിടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തിരിച്ചിടാം. അതുകൊണ്ട് ഫോർക്ക് യൂസ് ചെയ്യുന്ന ആളുകൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് തിരിച്ചിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ നമ്മുടെ കൈക്ക് ഇണങ്ങി വരുന്നത് അതനുസരിച്ച് തിരിച്ചിടാൻ ഉപയോഗിക്കുക. ഇപ്പോൾ സ്പൂണാണ് കൈക്ക് ഇണങ്ങുന്നതെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് തിരിച്ചിടാം. ഇതിലിപ്പോൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോസിൽ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഏതിലാണോ നമുക്ക് കളർ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ സോസിലാണ് കൂടുതൽ മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സോസിന് കളർ ഉണ്ടെങ്കിൽ ചിക്കനിൽ സോസ് നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ ചിക്കനും കളർ ആയിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ യൂസ് ചെയ്യാം. ഇതിനിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡേ വരുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ 1 ടീസ്പൂൺ അല്ലേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അത് സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും കളർ പോലും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് സോസ് റെഡിയാക്കുമ്പോൾ ഈ ചില്ലി പേസ്റ്റ് റെഡിയാക്കാൻ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ ചില്ലി ഗാർലിക് സോസ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കൂടുതൽ ചില്ലി പേസ്റ്റ് ഈ രീതിയിലല്ല, ഞാനിപ്പോൾ ചെയ്ത രീതിയിലല്ല, അല്ലാതെ തന്നെ നമുക്ക് ചില്ലി പേസ്റ്റ് റെഡിയാക്കുന്ന രീതിയിൽ കൂടുതലായിട്ട് ചില്ലി പേസ്റ്റ് റെഡിയാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചില്ലി പേസ്റ്റ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ചെയ്ത് കാണിക്കാൻ ടൈമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിക്കൻ തന്നെ റെഡിയാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചില്ലി പേസ്റ്റ് റെഡിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 50 ഗ്രാം വറ്റൽമുളക് എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുക. വറ്റൽമുളകിൻ്റെ സീഡ്സ് ഒന്നും റിമൂവ് ചെയ്യണ്ട. കാശ്മീരി ചില്ലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ കളർ ഉണ്ടാവും. അതൊന്ന് നന്നായി കുക്കായി വരുമ്പോൾ വെള്ളം വറ്റി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു 85% 90% വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. ആ വിനീഗറും വറ്റി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടി വയ്ക്കുക. വറ്റൽമുളകിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അത് അരച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ചൂടാക്കി ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് ആ ഓയിലിലേക്ക് നമ്മൾ ഈ അരച്ച വറ്റൽമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് സോട്ട് ചെയ്ത് അതിൽ നിന്ന് ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ ചില്ലി പേസ്റ്റ് നമുക്ക് 2-3 മാസം വരെ മോശമായി പോവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ ചെയ്താലും ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഇതുപോലുള്ള റെസിപ്പി ചെയ്യുമ്പോൾ. പക്ഷേ ഞാനിപ്പോൾ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ചില്ലി പേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ചിക്കൻ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കണ്ട.
ചിക്കൻ്റെ എല്ലാ സൈഡും ഒരുപോലെ കുക്കായി വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചിക്കൻ പീസിനുള്ളത്. അപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഫുൾ ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഈ സമയത്ത് തന്നെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും വറ്റൽമുളകും ഉണ്ടല്ലോ, അത് ഞാനൊന്ന് അരച്ചെടുക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് സോസ് റെഡിയാക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്, ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. പച്ചമുളകൊന്നും കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ മതി. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ പച്ചമുളകൊക്കെ കുക്കായിക്കോളും. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തില്ലേ വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എണ്ണയിൽ സോട്ട് ചെയ്തത്, അതൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനായിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ അരഞ്ഞു കിട്ടില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. ഇതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി എല്ലാത്തിൻ്റെ റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ സോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരു പീസ് കഴിച്ചു നോക്കുക ഉപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ, ഇതുപോലെ സോസ് റെഡിയാക്കണം എന്നില്ല. പിന്നെ സോസ് റെഡിയാക്കിയിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് ചിക്കനിലേക്ക് ആ സോസും കൂടി മിക്സ് ആയി വരുമ്പോൾ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളറിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഈ സമയത്താണ് നമ്മൾ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ ഫുഡ് കളർ ചേർക്കേണ്ടത്. നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. ചിക്കന് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഈ സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് ആ സോസ് ഒന്ന് തിക്കായി തുടങ്ങുന്നുണ്ട്. ഇത്ര മതി, വല്ലാതെ ഇനി കുറുകി പോകണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് പൊതിഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സോസ് വേഗം തന്നെ കുറുകി പോവും. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും മുളക് പൊടിയും അതുപോലെ തന്നെ മുളകും വറ്റൽമുളകും എല്ലാം കുറച്ച് യൂസ് ചെയ്യുക കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ആളുകൾക്ക് കഴിക്കാനാണെങ്കിൽ മുളകിൻ്റെ അളവ് കുഴപ്പമില്ല. പിന്നെ എല്ലാവരും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് തന്നെ മുളക് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആ സോസ് കറക്റ്റായിട്ട് ചിക്കനിലേക്കൊക്കെ മിക്സ് ആയി വന്നു. ഇത്ര മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ധാരാളം കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ കറിവേപ്പില ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫോട്ടോയിൽ കാണാൻ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചിക്കൻ 65 ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്